പോത്തൻ സിസ്റ്ററുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഒരു ഭാഗം ഇതേപോലെ നന്നായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി. കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 3/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം 3-4 പ്രാവശ്യം നന്നായിട്ട് അരിച്ചെടുക്കണം. ബേക്കിംഗ് പൗഡറിലൊക്കെ ചെറിയ കട്ടകൾ കാണും. അപ്പോൾ നന്നായിട്ടത് മിക്സായിട്ട് കിട്ടണമെങ്കിൽ 2-3 പ്രാവശ്യം നമ്മളൊന്ന് അരിച്ചെടുക്കണം. ഇനി നല്ലതുപോലെ ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് 5 കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത്. കോഴിമുട്ട ചെറുതായതുകൊണ്ടാണ് 5 എടുത്തത്. വലിയ സൈസ് ഉള്ളതാണെങ്കിൽ 4 എണ്ണം എടുത്താൽ മതിയാവും. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാരപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഇതെല്ലാ ഭാഗത്തേക്കും തെറിച്ചു പോവും. മുട്ടയുടെ കളറൊക്കെ മാറി നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവറിൻ്റെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി വളരെ ചെറിയ സ്പീഡിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓവർ ബീറ്റ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം വളരെ മയത്തിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ എയർ ബബിൾസ് ഒന്ന് കളഞ്ഞെടുക്കണം. ഇതേപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. അതിനുശേഷം 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ടാപ്പ് ചെയ്യുമ്പോഴും നമ്മൾ കൂടുതൽ പ്രാവശ്യം ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യമേ ഇതേപോലെ ഒരു സ്ക്യൂർ വെച്ചിട്ട് ഒന്ന് കറക്കിയതിന് ശേഷം ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലെ എയർ ബബിൾസ് എല്ലാം പോയി കിട്ടും. ഇനി 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത അവനിൽ 25 to 30 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ഞാനൊരു 27 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും എടുത്തു. നന്നായിട്ട് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ടവലുകൊണ്ട് മൂടി കൊടുക്കാം. ഒരു 7-8 മിനിറ്റിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. കേക്ക് ചെറു ചൂടുള്ളപ്പോൾ തന്നെ നമുക്കിത് ഡീമോൾഡ് ചെയ്യണം. കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഈർപ്പം താഴ്ഭാഗത്ത് വന്നിട്ട് കേക്കിനൊരു ചെറിയ നനവുണ്ടാവും. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോഴും ഓവനിലാണെങ്കിലും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണെങ്കിലും 25 മിനിറ്റിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ കേക്ക് ഒന്ന് തുറന്ന് നോക്കാവുള്ളൂ. ഇല്ല എങ്കിൽ ആ പൊങ്ങി വരുന്നത് നേരെ താന്നു പോകും. കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ടവലുകൊണ്ട് മൂടി കൊടുത്തിട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നല്ലതുപോലെ ഉണങ്ങിയ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമിന് നല്ല തണുപ്പുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ലിക്വിഡ് ഫോമിൽ ഇരുന്നാലേ ഉള്ളൂ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു 6-7 മണിക്കൂറിന് മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്താൽ മതി. നമ്മൾ പെട്ടെന്നൊക്കെ കേക്ക് ഉണ്ടാക്കുകയാണ് എങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം വെളിയിൽ വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. കേക്ക് ഞാൻ ലെയർ ചെയ്തെടുത്തിട്ടുണ്ട്. 3 ലെയറായിട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഷുഗർ സിറപ്പ് കൊണ്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 6 ടേബിൾ സ്പൂൺ ഷുഗർ 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. നല്ല ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമുക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ പെട്ടെന്ന് തന്നെ തണുപ്പ് പോകും. അപ്പോൾ ഒരു പാത്രത്തിൽ നല്ലപോലെ തണുത്ത വെള്ളത്തിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്യാം. ഇല്ല എങ്കിൽ ഐസ് ക്യൂബിൻ്റെ മുകളിൽ വെച്ചിട്ടും നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും വെള്ളം ഒട്ടും
വിപ്പിംഗ് ക്രീമിലേക്ക് വീഴാതെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ബീറ്റ് ചെയ്തതിന് ശേഷവും നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് തീരുന്നവരെ ഈ തണുത്ത വെള്ളത്തിൽ തന്നെ പാത്രം ഇറക്കി വെച്ചിരുന്നാൽ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് മെൽറ്റായിട്ട് പോകത്തില്ല. നന്നായിട്ട് തന്നെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇനി നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും കുറച്ച് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. കൂടുതൽ ബീറ്റ് ചെയ്യരുത്. ഒന്ന് പെട്ടെന്ന് ബീറ്റ് ചെയ്തെടുത്താൽ വീണ്ടും നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് കിട്ടും. കുറച്ച് ഐസിങ് ഷുഗർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടെ നല്ല സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ക്രം കോട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക. വീണ്ടും എടുത്ത് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴേക്കും നല്ലൊരു ഫിനിഷിങ് കിട്ടാറുണ്ട്. ടൈം അനുസരിച്ച് ചെയ്യുക. ടൈം ഉണ്ടെങ്കിൽ ക്രം കോട്ട് കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. അല്ല എങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ നമുക്ക് കേക്ക് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് കേക്ക് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് വളരെ കുറച്ച് കളർ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതുകൊണ്ട് നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ നിങ്ങൾ ചെയ്തെടുത്തോളുക. വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.